മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം മലയം സ്വദേശിനി ശാന്ത പുരുഷോത്തമൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ശാന്ത പുരുഷോത്തമൻ എന്നാണ്. ഞാൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് ജോലി നോക്കിയിരുന്നു. 2013 നവംബർ മാസം ഞാൻ റിട്ടയർമെൻറ്റായി. എൻ്റെ ഹസ്ബൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ടറേറ്റിലിരുന്ന് പെൻഷനായി. 2013 മെയ് മാസത്തോടുകൂടി അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നത് വളരെ യാദൃശ്യമെന്ന് പറയാമെങ്കിലും ദൈവം തൻ്റെ മുൻനിർണയപ്രകാരം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അതിൻ്റേതായ കഷ്ടതയിലും പ്രയാസത്തിലൊക്കെയും ഞാനായിരുന്നു. എൻ്റെ ബാല്യം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അല്പം മാനസിക അസ്വസ്ഥതയുള്ള ആളായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെയും അപ്പൻ്റെയും അസ്വസ്ഥത നിറഞ്ഞ ഒരു ജീവിതമാണ് എനിക്ക് നയിക്കേണ്ടി വന്നത്. എൻ്റെ അമ്മയെ രാപകൽ കഷ്ടതയിലേക്ക് അത് നീട്ടിക്കൊണ്ടുപോയി. വെളിച്ചമില്ലാത്ത മുറികളിൽ അമ്മയെ അടച്ചിട്ടു. അത് കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത്. എൻ്റെ പിതാവിൻ്റെ കുടുംബ വീട്ടിലാണ് എൻ്റെ ബാല്യം കഴിഞ്ഞുകൂടിയത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ മുനിവര്യന്മാരെ ആവസിപ്പിക്കുന്ന ഒരു കുടുംബം. ഏതെങ്കിലും ചെറിയൊരു വിഷയം കുഞ്ഞുങ്ങൾക്കുണ്ടായ ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം ഒത്തുചേർന്നുള്ളൊരു കുടുംബം. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് സ്വന്തമായിട്ട് കാവും അതിൻ്റേതായ ഉത്സവ രീതികളൊക്കെയും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ടെങ്കിൽ തന്നെയും എൻ്റെ ജീവിതം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളെന്ന് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ അമ്മയെയും വളരെയധികം സ്വത്തിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കുകയൊക്കെയും ചെയ്തിരുന്ന ഒരു കാലം. അതൊക്കെയും കണ്ടും കേട്ടും വളർന്നപ്പോൾ എനിക്കെൻ്റെ ജീവിതം കണ്ണുനീരിലായിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യാത്ത പ്രായങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ആ കൂട്ടുകുടുംബമായിട്ട് അനേക കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അല്പം ഒരു അസ്വസ്ഥതയോ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബാല്യത്തിലുണ്ടാകുന്ന ചെറിയ അസുഖങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിരത്തി ഇരുത്തി അവിടെ മന്ത്രവാദിയെ വിളിച്ച്, കുടുംബത്തിൽ തന്നെ മന്ത്രവാദി ഉണ്ട്, അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി കോഴിയെ കൊണ്ടുവന്ന് അത് അദ്ദേഹം പച്ചയായിട്ട് അതിൻ്റെ കഴുത്ത് കടിച്ച് മുറിച്ച് രക്തം വരുമ്പോൾ അത് ഈമ്പി കുടിച്ച് ബാക്കി വരുന്ന രക്തം ഞങ്ങൾ കുഞ്ഞുങ്ങളെ നിരത്തിയിരുത്തി, ഒരു കുഞ്ഞിന് അസുഖം വന്നാലും ആ വീട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ചിരുത്തും. എന്നിട്ട് ആ രക്തം ഞങ്ങളുടെ എല്ലാം തലയുടെ മുകളിലേക്ക് ഒഴിച്ച് ചെമ്പരത്തിപ്പൂ കൊണ്ടും മറ്റു പല പൂക്കൾ കൊണ്ടും വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ച് വെച്ച് അതിലേക്ക് ഈ പൂക്കളിട്ട് ആ ദശ നോക്കി അവർ പറയും, അവിടെ ഇരിക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള നേർച്ച കാഴ്ചകൾ ചെയ്യണം എന്ന് പറയട്ടെ. എത്ര നമ്മൾ ഓരോ നേർച്ച കാഴ്ചകൾ ചെയ്ത് അതിന് നിവൃത്തിയാകുമ്പോഴും അവിടെയൊക്കെയും ഒരുപാട് പണച്ചെലവാണ് പിന്നിലുള്ളത്. പക്ഷേ എൻ്റെ കുടുംബം, എൻ്റെ പിതാവിൻ്റെ കുടുംബം അല്പം സാമ്പത്തിക ശേഷിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഇതിനകത്ത് വരുന്ന വിഷയങ്ങൾ ചെലവിനെ ഒന്നും മാനദണ്ഡമാക്കാറില്ല. ദിനം പ്രതി ഇത് കണ്ടും കേട്ടും രക്തച്ചൊരിച്ചിൽ കൊണ്ട് ഞങ്ങൾക്ക് മതിയായി. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. എന്നാൽ എൻ്റെ പിതാവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ സഹോദരന്മാർ തരികയോ അതിനകത്ത് ഞങ്ങൾക്ക് ചെലവിടാനോ സന്തോഷിക്കാനോ ഒന്നും മാർഗമില്ല. പൈസ എല്ലാം വരുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെയും മുതലാക്കുന്നത് പിതാവിൻ്റെ ആ ഒരു കുടുംബമാണ്. അങ്ങനെ വളരെ മെത്തപ്പാടോടെ മാനസിക രോഗിയായ ഒരു അമ്മയെ കണ്ട് വളർന്ന ഒരു മകളാണ് ഞാൻ. ഒന്നുകൊണ്ടും എനിക്ക് താഴെ 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഒരു സഹോദരനും ഒരു സഹോദരിയും. കുഞ്ഞുങ്ങളാണ് അവർ. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നും അവർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഞങ്ങൾ എൻ്റെ പിതാവിൻ്റെ ജോലിയോടനുബന്ധിച്ച് പല ജില്ലകളിൽ ഞങ്ങൾ മാറി താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെയും പലപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും പല ജില്ലകൾ മാറിയതുകൊണ്ട് പലവിധമായ സംസ്കാരങ്ങളിലാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവിൻ്റെ കുടുംബക്കാർക്ക് ഞങ്ങളോട് വളരെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ട്. പുറമേ അവരൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തിയിൽ അവർ കാണിച്ചുകൊണ്ടേയിരുന്നു. ഹൈന്ദവ വിശ്വാസ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ബാല്യകൗമാര യൗവനങ്ങളിൽ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസം പുലർത്തി ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പലവിധമായ മുഖാന്തരങ്ങളിൽ കൂടി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ശാന്ത പുരുഷോത്തമൻ ഇന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തൻ്റെ ജീവിതം തുടരുകയാണ്. എന്നാൽ 1977 എൻ്റെ പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹം
പോയതിന് ശേഷം ആ കുടുംബത്തിൽ പിന്നീട് ഞങ്ങൾ അനുഭവിച്ചതെല്ലാം വളരെ ദണ്ഡനങ്ങളായിരുന്നു. ഒരു വിധവയായ മാനസിക രോഗിയായ മാതാവ്, പറക്കമുറ്റാത്ത എൻ്റെ ഇളയ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും അവർ ഞങ്ങളെ വിട്ടുപോകാൻ സമ്മതിച്ചില്ല. എന്നാൽ അത് മറ്റുള്ളവർ കുടുംബത്തിൽ അവർക്ക് അനേക രീതിയിലുള്ള വളരെ അഭിമാനികളായ കുടുംബക്കാരാണ്. അവരുടെ വീട്ടിൽ തന്നെ സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടൊക്കെ മേന്മയുള്ള കുടുംബങ്ങളാണ്. എന്നാൽ അവരിൽ നിന്ന് എൻ്റെ അച്ഛൻ സഹോദരന്മാരിൽ ഏറ്റവും മൂത്ത ആളായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടതുകൊണ്ട് മൂത്ത സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കുടുംബത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതിന്, അല്ലെങ്കിൽ വേർപെട്ടൊരു ജീവിതം നയിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ വയ്യ. ആ കാരണം മറ്റുള്ളവരെ അപമാനിക്കുമല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ അവിടെ നടക്കുന്ന കഷ്ടത മറ്റാർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇവരുടെ ഒരു ചോർന്നലിക്കുന്നതല്ല, മുകൾ ഭാഗത്തുള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു താഴ്ന്ന ഭാഗത്താണ് ഇവർ ഞങ്ങൾക്ക് വസിക്കുവാനായിട്ട് ഭവനം തന്നത്. ഭവനമല്ല, അതവരുടെ പത്തായപ്പുരയാണ്. അവിടെ ഞങ്ങൾക്ക് കഴിയേണ്ടതായിട്ട് വന്നു. വെള്ളമൊഴിക്കുമ്പോൾ ആ പത്തായപ്പുരയുടെ ഒരു പകുതിയോളം വെള്ളം നിറഞ്ഞു നിൽക്കും. അമ്മ ഉറങ്ങാതെ ഞങ്ങളെ പത്തായത്തിൻ്റെ പുറത്ത് കിടത്തി ഉറക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്ക് ജോലി കിട്ടി പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരന്മാർ ഞങ്ങളെ ഉപദ്രവിക്കാനും ഞങ്ങൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുവാനും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം വലിച്ചെറിയുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ അവിടെ നിന്നൊക്കെയും ദൈവം ഞങ്ങളെ വിടുവിച്ചു. അന്ന് ഈ ദൈവത്തെപ്പറ്റി ഞാൻ പൂർണ്ണമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ കണ്ടും കേട്ടും വളർന്നുകൊണ്ടിരുന്നത് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ്. എന്നാൽ ഇതൊക്കെയും കഴിഞ്ഞ് ഞാൻ ജോലി കിട്ടി തിരുവനന്തപുരത്ത് തന്നെ ഞാൻ ഉള്ള ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോഴും എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ഒരു വാക്കത്തിയുമായിട്ട് എന്നെ വെട്ടിക്കൊല്ലുവാനായിട്ട് തുടങ്ങി. എന്നാൽ അവിടെയൊക്കെയും എൻ്റെ മാനസിക രോഗിയായ അമ്മ ഒരു സ്മൃതിയെ പോലെ തടുത്തു നിന്നുകൊണ്ട് അതിനെ എതിർക്കുവാനും ഒളിച്ചോടുന്നത് പോലെ എൻ്റെ അമ്മ എന്നെ ആ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ ജോലിയിൽ പ്രവേശിക്കുവാനും ഇടയായിത്തീർന്നു. ഒന്ന് പറയട്ടെ, എൻ്റെ സഹോദരങ്ങൾ ഇതൊന്നും അറിയാതെ അവർക്ക് ഈ ജീവിതം എന്തെന്ന് പോലും അറിയില്ല. മൂത്തതായ എനിക്ക് മാത്രമേ ജീവിതത്തിൻ്റെ ഗതികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ എൻ്റെ ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ സഹോദരങ്ങളെ ഞാൻ തന്നെയാണ് അവരെ സംരക്ഷിക്കുവാനും ഒക്കെ ഇടയായി തീർന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് മരിച്ചതുകൊണ്ട് ഞങ്ങളുടേതായ ചില സാമ്പത്തികമായ കുറച്ച് വസ്തുവകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെയും കൈക്കലാക്കുവാൻ പിതാവിൻ്റെ കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സാമ്പത്തികം നോക്കി മാത്രമാണ് ഞങ്ങളെ അണച്ചു പിടിച്ചത്. എന്നാൽ എൻ്റെ ഒരൊറ്റ പിടിവാശിയിൽ എൻ്റെ മാതാവിനോടൊപ്പം ഞാൻ നിന്നു. അമ്മ എൻ്റെ അഭിപ്രായത്തിനപ്പുറമായിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ വൈരാഗ്യം എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. എന്നാൽ അവിടെയൊക്കെയും ദൈവം വലിയ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ പോലും അറിയാതെ ഞങ്ങൾക്ക് ഒരു പുരുഷനില്ലാത്തതുകൊണ്ടാണല്ലോ എൻ്റെ കുടുംബത്തിൽ ഇത്രയൊക്കെയും സംഭവിച്ചു പോയത് എന്ന് കണ്ടിട്ട് എന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ കുടുംബത്തിലൊരു പുരുഷനായല്ലോ, മറ്റാരും വലിയ ശല്യം ചെയ്യില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് കല്യാണത്തിനോട് എനിക്ക് അന്ന് അതിനെപ്പറ്റിയുള്ള ഒരു അവബോധമൊന്നും എനിക്കില്ല. എങ്കിലും എന്നെ വിവാഹം കഴിച്ചയച്ചു. അതും ഞങ്ങളുടെ ദേശത്തിന് കുറച്ച് സമീപമുള്ള ഒരു ദേശത്തായിരുന്നു. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. എൻ്റെ ഭർത്താവിൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ്. അദ്ദേഹവും കുടുംബ പാരമ്പര്യം, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ ഉന്നതമായൊരു നിലവാരം പുലർത്തിയതുകൊണ്ട് ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ യേശു ദൈവമാണെന്നോ അതല്ല അമ്പലങ്ങളിലിരിക്കുന്ന ദൈവമാണോ, ദൈവവിശ്വാസമില്ല. എന്നാൽ നിരീശ്വരവാദിയാണോ, അതുമല്ല. എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തൊക്കെയും കൊണ്ടുപോകാറുണ്ട്. ഇതിൽ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മാതാവിനെയും ഞങ്ങളോടൊപ്പം ചേർത്ത് വാടക വീടുകളിലൊക്കെയും മാറി മാറി താമസിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആ വരുമാനം അതിലൊക്കെയും കഷ്ടതയാണെങ്കിലും സന്തോഷത്തോടെ തന്നെ ഞങ്ങൾക്ക് കഴിയാൻ കഴിഞ്ഞു. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഔദ്യോഗിക ജീവിതത്തിൽ ജന്മവൈകല്യങ്ങളുമായി ജനിച്ച മകൻ്റെ ജീവിതാവസ്ഥകളിൽ ഹൃദയം നുറുങ്ങിക്കഴിയുന്ന വേളകളിൽ സഹപ്രവർത്തകയുടെ പ്രാർത്ഥനകളിൽ ആകൃഷ്ടയായി സ്വന്തം മകൻ്റെ രോഗസൗഖ്യത്തിനായി ആരംഭിച്ച ശാന്ത പുരുഷോത്തമൻ്റെ വിശ്വാസ ജീവിതം ഇന്നും തുടരുകയാണ്. ഞാൻ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുവാനുള്ള ഏക കാരണം ഞങ്ങൾക്കുണ്ടായ രണ്ടാമത്തെ മകൻ്റെ അവസ്ഥകളാണ്. കാരണം അതിന് മുമ്പായിട്ട് പറയണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല മദ്യപാനിയായിരുന്നു.
അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. തുടക്കത്തിൽ ഇതൊന്നും അറിയില്ലായിരുന്നു. മദ്യപാനവും പുകവലിയും അദ്ദേഹത്തിൻ്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സംഭവമായിരുന്നു. ഇതിലൊക്കെ ഞാൻ തുടക്കം മുതലേ അദ്ദേഹവുമായിട്ട് ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. കാലക്രമേണ അത് മാറുമെന്ന് വിചാരിച്ചെങ്കിലും അടിക്കടി ഇത് കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ മദ്യവെച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതേ അവസരത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ്, മൂത്ത കുഞ്ഞ് ശേഷം 1 വയസ്സിന് പ്രായ വ്യത്യാസത്തിൽ ഒരു കുഞ്ഞ് കൂടി ജനിച്ചു. അവൻ മെൻ്റലി റിട്ടയർഡ് ആയിരുന്നു. കാര്യം അവൻ്റെ തലച്ചോറില്ല, തലച്ചോറ് നിറച്ചും വെള്ളമാണ്, നെറ്റിയില്ല, ചെവിയുടെ പകുതി ഭാഗമില്ല, കണ്ണ് കുഴിയിലേക്ക് നീണ്ടു കിടക്കുന്ന അവസ്ഥ, തല നിറച്ചു വന്നാൽ മുടിയാണ്. നിരന്തരമായ കരച്ചിലുകൊണ്ട് രാപകലുകൾ അവൻ തട്ടി നീക്കിക്കൊണ്ട് ഇതെന്താണ് ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ഞങ്ങളങ്ങനെ ഒരു മുൻസങ്കല്പമില്ല. നമുക്ക് വളരെ മക്കൾ അല്ലെങ്കിൽ പ്രസവിച്ച് വരുന്ന കുഞ്ഞ് വളരെ ഓമനത്തോളായിരിക്കും എന്നുള്ള ഓരോ മാതാപിതാക്കളുടെയും ചിന്തകൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഘടകവിരുദ്ധമായി തീർന്നു. ഞങ്ങളിത് പല ഡോക്ടേഴ്സിനും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള SIT ഹോസ്പിറ്റലിൽ ഇതുമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഡോക്ടർ ആനന്ദത്തിനെ കാണിക്കുവാനും അവർ വളരെ മടിച്ചാണ് കാര്യം പറഞ്ഞത്. കുഞ്ഞിന് കൂടിപ്പോയാൽ ഒരു 1-2 വയസ്സ് പ്രായം കഴിയുമ്പോഴത്തേന് ഈ കുഞ്ഞ് ലോകത്തോട് മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. അതൊക്കെ ഓർത്ത് ഞാൻ നോക്കുമ്പോഴത്തേന് ഒരു വശത്ത് മദ്യപാനിയായ ഭർത്താവ്, മറ്റൊരു വശത്ത് സുഖമില്ലാത്ത കുഞ്ഞ്, മൂത്ത കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ബന്ധപ്പാട്, അവൻ്റെ വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾ, ബന്ധപ്പെട്ടുള്ള ജോലിക്കുള്ള പോക്ക്, ഇതൊക്കെയും ഒരു വ്യക്തിയെന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായിട്ട് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇതിൽ നിന്നൊരു മോചനം എനിക്ക് എവിടെ നിന്ന് ലഭിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിരീശ്വരവാദി അല്ലെങ്കിൽ പോലും ദൈവവിശ്വാസി അല്ലാത്ത ഈ മനുഷ്യൻ എന്നോടൊപ്പം അമ്പലങ്ങളിലൊക്കെ വരുവാനും, അദ്ദേഹം വരില്ല, ഞങ്ങൾ അവിടെ വരെ കൊണ്ടാക്കും, മാറി നിൽക്കും. ഇതായിരുന്നു അവസ്ഥ. എങ്ങനെയെങ്കിലും കുഞ്ഞിനൊരു മാറ്റം സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ മിക്കവാറും അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി എല്ലാ പൂജാ സംഭവങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഭസ്മം, കുങ്കുമം, ചന്ദനം ഒക്കെയും കൃത്യമായി ഞാനും എൻ്റെ മൂത്ത മകനും, അന്ന് മോൻ 12 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ ഇത് വീട്ടിൽ വലിയ ആരാധന പോലെ നടത്തിക്കൊണ്ടിരിക്കും. ഈറനോട് എൻ്റെ മകൻ ഇത് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയൊക്കെയും ചെയ്യും. അവൻ ഒരു ലൈൻ വിട്ടുപോയി കഴിഞ്ഞാൽ വളരെ ഭീതി അവൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. അവൻ്റെ കഴുത്തിൽ ആരോ കുത്തിപ്പിടിക്കുന്നതായിട്ടൊക്കെ തോന്നും എന്നൊക്കെ മോഹൻ പറയുവാനിടയായി തീർന്നു. അമ്മ, ഞാൻ അത് വിട്ടുപോയത് കൊണ്ടാണോ എനിക്കിങ്ങനെ ഒരു അനുഭവം? ഞാൻ പറയും അങ്ങനെയൊന്നും അല്ല, കൂടുതൽ അങ്ങോട്ട് അടുക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവനെ വിലക്കിയിരുന്നെങ്കിൽ അവന് അമിതമായ ഭക്തിയായിരുന്നു. എന്നാൽ പറയട്ടെ, ഞങ്ങൾ വളരെ കഷ്ടതയിലായിരുന്നു. ഈ കുഞ്ഞു മോനെ പറ്റി ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്നൊരു ഒന്നും അറിയില്ല. ഞാനൊരു ദിവസം ഓഫീസിൽ പോയിട്ട് ഒരു തീരുമാനം എടുത്തു. ഈ മദ്യപാനിയായ ഭർത്താവിനോടൊപ്പം ഈ കുഞ്ഞിനോടൊപ്പവും എത്ര നാൾ ഞാൻ മുന്നോട്ട് പോകും? ഞങ്ങളുടെ വീട്ടിലൊക്കെ ഫംഗ്ഷനുകളൊക്കെ വന്നാൽ തന്നെ ഒരുപാട് ആൾക്കൂട്ടമുള്ള ഒരു കുടുംബങ്ങളാണ് 2 കുടുംബങ്ങളും. അങ്ങനെയുള്ളപ്പോൾ അവരുടെ മധ്യേ ഞങ്ങളൊരു നോക്കിയൂത്തിയെ പോലെ എൻ്റെ കുഞ്ഞ് മാറും. എല്ലാവരും വന്ന് സഹതാപം രേഖപ്പെടുത്തും. ഏതെങ്കിലും ഒരു മുക്കിലോ മൂലിലോ കുഞ്ഞിനൊരു കിടക്ക വിരിച്ച് അവനെ അവിടെ കിടത്തിയിട്ട് വേണം എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകാനായിട്ട്. പലരും വന്ന് സഹതാപത്തോടെ അവനെ നോക്കി നിൽക്കുന്നതൊന്നും എനിക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു. അത് ഒരു കണ്ണിലോ മൂക്കിലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ചെറിയൊരു ഉറുമ്പ് വന്ന് കടിച്ചാൽ പോലും കുഞ്ഞിന് ഒന്ന് എടുത്തു മാറ്റാൻ പോലും കഴിവില്ലാതിരിക്കുന്ന അവസ്ഥ. രാത്രി മുഴുക്കുകയും ഞാൻ ഉറക്കം ഒഴിയുന്ന അവസ്ഥകൾ. പകലാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം. നിരന്തരമായ കരച്ചിലാണ് കുഞ്ഞിന്. എൻ്റെ അമ്മ ഉള്ളതുകൊണ്ട് ഏറെയൊന്നും ഞാൻ പകലുള്ള സമയങ്ങൾ അറിയാറില്ല. എന്നാൽ രാത്രി മുഴുക്കെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് കുഞ്ഞ് കിടക്കയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്ന ആ തുണികളെല്ലാം കൊണ്ടുവന്ന് രാത്രി മുഴുവൻ കഴുകിയിടുന്ന അവസ്ഥ. ഇതൊക്കെയായി ഭർത്താവ് വടക്കോട്ടുള്ള ട്രാൻസ്ഫറുകൾ കിട്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും മാസത്തിൽ ഒരാഴ്ചയോ കഷ്ടിച്ചൊക്കെ വന്ന് നിൽക്കും, ഉടനെ തന്നെ പോവുകയും ചെയ്യും. ഇപ്പം ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയോടടുത്ത് എനിക്ക് ഏറ്റവും അറിയപ്പെടുന്ന എന്ന് വെച്ചാൽ എന്നെ മൊത്തമായി ഒരു അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ച, ഒരു ചേച്ചിയെപ്പോലെ എന്നെ സ്നേഹിച്ച എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ ഓഫീസിൽ. അവരോട് ചെന്ന് ഞാൻ പറയാനിടയായി തീർന്നു. പ്രിയപ്പെട്ട അവരുടെ പേര് രാജമ്മ എന്നാണ്, നാലാഞ്ചിറ ഭാഗത്താണ് അവർ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം എനിക്കൊന്നുകൊണ്ട് ഇതിൽ നിന്ന് ഒരു നേട്ടവും വരുന്നില്ല. എൻ്റെ കുഞ്ഞിനൊരു രക്ഷയുമില്ല, എൻ്റെ ഭർത്താവിനും ഒരു രക്ഷയില്ല. ഞാൻ കുടുംബമായിട്ട് എങ്ങനെ ജീവിക്കും? മൂത്ത മകൻ അവനെങ്ങനെയും അവരെ പിതാക്കന്മാരുടെ കുടുംബം ആരെങ്കിലും അവനെ പഠിപ്പിക്കും.
എന്നാൽ അതിനേക്കാളുപരി എൻ്റെ കൊച്ചുമോനെ പറ്റി ചിന്തിപ്പിക്കുമ്പോൾ ഒരമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് എങ്ങനെ 9 മാസം വരെയും കിടക്കുന്നുവോ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നപ്പോഴും. അവൻ്റെ കഴുത്തിന് ബലമില്ല, കൈകാലുകൾ പെൽവിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. വളരെ മുറുക്കി പിടിച്ച് ശരീരം വളരെ അയഞ്ഞ ഒരു രീതിയല്ല, വളരെ നമുക്ക് തൊടാൻ പേടിയാണ്, കാരണം എല്ല് പൊട്ടിപ്പോയാലോ എന്ന്. അത്രമാത്രം കുഞ്ഞിന് ആഹാരം കഴിക്കുന്നതിനൊക്കെയും പരിമിതികളുണ്ടായിരുന്നു. അങ്ങനെ ആയി അവസാനം ഇവനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പോലും ഞാൻ വിഷമിച്ചു. ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി ആശ വെക്കണ്ട, ഈ കുഞ്ഞത് കുറച്ച് നാളും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ ശരീരം മുഴുക്കൻ ഒരു വിഷച്ചൊറി വരുവാനിടയായിത്തീരുന്നു. കൈയും കാലും എല്ലാം ദ്രവിക്കുന്ന അവസ്ഥയായി. ഈ കുഞ്ഞിനെയും തൂക്കി ഞങ്ങൾ ഡോക്ടർമാർ അനേകമിടത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അവരെല്ലാം മൂക്കത്ത് വിരൽ ചോദിച്ചു ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചു. പക്ഷേ അവനെ ഞങ്ങൾക്ക് എടുക്കുന്നതിനോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ മാനസികമായിട്ട് യാതൊരു വിഷമവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം അവനെ തറയിൽ കിടത്തിയിട്ടില്ല. ഞങ്ങളെല്ലാവരും അവനെ കയ്യിലാണ് എടുത്ത് കൊണ്ടു നടക്കുന്നതും അവനെ ഒരു മാലാഖക്കുട്ടിയെ നോക്കുന്നത് പോലെ ആ കുഞ്ഞിനെ ഞങ്ങൾ നോക്കി. എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച് എൻ്റെ കൂട്ടുകാരിയോട് ഇതൊക്കെ കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. ആ കൂട്ടുകാരി എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ എൻ്റെ ഓഫീസിൻ്റെ 5ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ ജനലിൽ കൂടെ ഞാൻ വെളിയിലേക്ക് നോക്കി നിന്ന് കരഞ്ഞു. ഞാൻ പൊട്ടി കരയുമ്പോഴും എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ എത്രയോ നാളായി ഈ മകന് വേണ്ടിയിട്ട് എൻ്റെ മോൻ്റെ പേര് ചിന്തു എന്നായിരുന്നു അന്ന്. ചിന്തുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഏതെല്ലാം അമ്പലങ്ങളിൽ പോയി നേർച്ച കാഴ്ചകൾ ചെയ്തു, എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് മാറ്റങ്ങൾ സംഭവിക്കുന്നതല്ല, ദിനംതോറും അത് കൂടി വരുന്നൊരവസ്ഥയാണ്. അതിൽ തന്നെ എൻ്റെ മനസ്സ് മടുത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞും ഞാനും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കരുതി ആ തീരുമാനമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരിക്ക് യേശുവിനെ പറ്റി പറയുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അതെനിക്ക് തോന്നുന്നു എന്നെ ക്രിസ്തുവിലേക്ക് നടത്തുവാനായിരിക്കാം അവർക്കൊരനുഭവം ദൈവം കൊടുത്തതെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. കുടുംബ പാരമ്പര്യത്താലുള്ള മന്ത്രവാദങ്ങളിലും ക്രിയകളിലും മുഴുകിയിരുന്ന ജീവിതത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തുടരുകയാണ് ഇന്ന് ശാന്ത പുരുഷോത്തമൻ്റെ ജീവിതം. ഭർത്താവിൻ്റെ മദ്യപാനവും മകൻ്റെ ജന്മവൈകല്യങ്ങളും ജീവിതയാത്രയിൽ നിരാശ പടർത്തിയെങ്കിലും അല്പായുസ് പ്രവചിച്ച മകനെ 18 വയസ്സോളം വളർത്തുവാനും ഭർത്താവിനെയും വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ശാന്ത പുരുഷോത്തമന് കഴിഞ്ഞു. കാരണം അവരുടെ മകള് നന്നായിട്ട് പഠിക്കുകയും വളരെ ബുദ്ധിമതിയായൊരു പെൺകുട്ടിയാണ്. എന്നാൽ അവൾക്ക് പെട്ടെന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൈകളിലുമൊക്കെ ഡോക്ടർമാരെ കൊണ്ടും അത് തീർക്കാൻ പറ്റില്ല, മുഴകൾ വന്ന് കൂടുന്ന ഒരവസ്ഥ. അതുകൊണ്ട് അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അവർ അറിയപ്പെടുന്ന പള്ളികളിലൊക്കെ തീർത്ഥാടനം പോലെ അവർ ആഴ്ചകളോളം യാത്ര ചെയ്ത് ഭവനത്തിൽ വരും. എന്നാൽ കുഞ്ഞിനൊരു മാറ്റവും കണ്ടെത്തിയില്ല. തിരിച്ച് അവർ ഭവനത്തിലേക്ക് പോകുന്ന സമയത്താണ് ഒരു നോട്ടീസ് അവരുടെ കണ്ണിൽ പെടുകയും തറയിൽ കിടക്കുന്ന ആ നോട്ടീസിനകത്ത് എഴുതിയിട്ടിരിക്കുന്നു, യേശു സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന്. അവരാ പത്രക്കെട്ടുമായി നേരെ തിരുവനന്തപുരത്തുള്ള ആ പുത്തരിക്കണ്ടം എന്ന് അറിയപ്പെടുന്ന ആ ഒരു മൈതാനത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ കൺവെൻഷനിൽ പറയപ്പെട്ട വചനം, അപ്പോഴാണ് അവർ ബൈബിൾ ശരിക്കും വായിക്കുവാനും ഇത് തങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ ഈ പുസ്തകം. കാരണം കത്തോലിക്കയിൽ അവർ പോയതുകൊണ്ട് മാത്രമല്ല അവർ ബൈബിൾ വായിക്കാറില്ല. എന്നാൽ ദൈവം തന്നിരിക്കുന്ന ജീവനുള്ള വചനം തങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്നതിനെ പറ്റി അവർക്ക് യാതൊരു ബോധവും അന്നുണ്ടായിരുന്നില്ല. ഓടിച്ചെന്നവർ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് ക്ഷമ ചോദിച്ച് പിന്നെ അവിടെ പ്രാർത്ഥന ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദീർഘനാൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ചെന്ന് ആ മകളോട് സംസാരിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന്. ഇതേ സമയം തന്നെ പരിശുദ്ധാത്മാവ് ആ മാതാവിനോടും സംസാരിച്ചു, എൻ്റെ മകളെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു. ഇത് കേട്ട തന്നെ അവർ പ്രാർത്ഥന അപ്പോൾ ആ സമയത്ത് നിർത്താതെ അത് പൂർണ്ണതയോടെ നിർത്തിയിട്ട് അവർ മകളെ പരിശോധിച്ച് നോക്കിയപ്പോൾ കർത്താവ് അവളെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് കണ്ട് അവർ പൂർണ്ണമായിട്ടും അവരായിരിക്കുന്ന അതിൽ നിന്ന് ആ ഒരു പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു പാരമ്പര്യത്തിലുള്ള സഭയുമായിട്ട് വേർപെട്ട് ഈ യേശുവിലേക്ക് തന്നെ അവർ വരുവാനിടയായി തീർന്നു. ആ ഒരു സൗഖ്യം, ആ മകൾക്ക് കിട്ടിയ സൗഖ്യമാണ് അവരെന്നോട് പറയുവാനിടയായി തീർന്നത്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഞാൻ പാടുകയും
എൻ്റെ സെക്ഷനിലൊക്കെ ഇനി ഇങ്ങനൊരു മകൻ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ അന്നത്തെ ആ ഒരു ചുറുചുറുപ്പും മറ്റുള്ളവരുടെ സന്തോഷം പറയുവാനും ചിരിക്കുവാനും ഒക്കെ എപ്പോഴും ഞാൻ താല്പര്യപ്പെട്ടു. വീട്ടിൽ ഞാൻ പൊട്ടിക്കരച്ചിലാണെങ്കിലും എൻ്റെ ഓഫീസിൽ ഞാൻ അത്തരത്തിലല്ല അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹമാണ്, താല്പര്യമാണ്. അവരോടൊപ്പമൊക്കെ ചിലവഴിക്കുന്ന സമയങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരുന്നത്. എന്നാൽ ഈ പറഞ്ഞ പെൺകുട്ടി ഒരു ദിവസം ഇറങ്ങി ഉച്ചയ്ക്ക് എവിടെ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, എവിടെയാണ് പോകുന്നത്? പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്കായി പോവുകയാണെന്ന് പറഞ്ഞു. ഇതെന്താണ്? ഇത് ബൈബിൾ. എന്നെ ചോദിച്ചു, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കയ്യിലിരിക്കട്ടെ, അതൊന്നും ഞങ്ങളാരും നിങ്ങളല്ലെങ്കിലും നമ്മളെപ്പോലുള്ളവരെ മതം മാറ്റാനുള്ള പരിപാടി അത് നടക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുന്ന എന്നോടാണ് ഇവരിങ്ങനെ ചോദിച്ചത്. എന്നാൽ മൂന്നാം ദിവസവും ഇവർ എഴുന്നേറ്റു എന്നോട് ചോദിച്ചു, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നുള്ള വിചാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയ സഹോദരി നിങ്ങളതങ്ങ് മാറ്റിവെച്ചോ, എനിക്ക് താല്പര്യമില്ല, മേലാൽ എന്നെ വിളിച്ചു പോരുതെന്ന് പറഞ്ഞ് അവരുമായിട്ട് വഴക്കുണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാലാം ദിവസവും പ്രിയ സഹോദരി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ചിന്തുമോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ്. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ അപ്പോഴതിനകത്ത് വേറെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ മകനെ നോക്കി, ഞാൻ ഒരമ്മയാണോ? എൻ്റെ കുഞ്ഞിന് ഞാൻ ഇത്ര നാളും അവന് ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് സൗഖ്യം കിട്ടുവാനായിട്ട്. എന്നാൽ അവനിതുവരെയും ഒരു സുഖവും കിട്ടിയിട്ടില്ല. നാൾക്ക് നാൾ രംഗം വഷളായി വരുന്നു എന്നതല്ലാതെ മറ്റൊരു മാറ്റവും അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ശരിക്കും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ സുഖമാകണമെന്ന് എനിക്ക് താല്പര്യമുണ്ടോ? ഇങ്ങനെ പലവിധ ചിന്തകളാൽ ഞാൻ അന്ന് രാത്രി എൻ്റെ കുഞ്ഞിനോടൊപ്പം അവനെ നോക്കിക്കൊണ്ട് തന്നെ ഞാൻ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയി ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുക്കുവാൻ ഇടയായി തീർന്നു. ആ സഹോദരി ഉച്ചയ്ക്ക് എഴുന്നേറ്റ് പോകാറായപ്പോൾ ഞാൻ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും വരികയാണെന്ന് പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെട്ട്. അതായിരുന്നു ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുവാനുള്ള ഏക കാരണം. നേരിടേണ്ടി വന്ന നിരവധി പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ താൻ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹം അനേകരിലേക്ക് പകർന്നുകൊണ്ട് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് ഇന്ന് ശാന്ത പുരുഷോത്തമൻ. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞങ്ങൾ പോവും. ആദ്യ ദിവസം തന്നെ ആ ഹാളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ 2 പ്രിയ സഹോദരിമാർ പ്രാർത്ഥന നിരതരായി ഒരു മുറിയിലിരിക്കുന്നു. അവർ വെറും പായിലാണ്, തറയിലാണ് അവർ ഇരിക്കുന്നത്. നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു, എൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു അങ്ങനെ ഒരു ഇരുന്നുള്ള ആ പ്രാർത്ഥനകൾ. അവർ ചെന്നു കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ, താഴ്മയോടെ, സൗമ്യതയോടെ എന്നോട് ചോദിച്ചു, എന്താണ് വിഷയം, കാര്യം പറയൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു യന്ത്രം സ്വിച്ചിട്ടതുപോലെ ഞാൻ എൻ്റെ കാര്യങ്ങളെ അവിടെ വിവരിക്കുവാനിടയായിട്ട് ഇടയായി തീർന്നു. അത്രയും നാളും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നൊരു കല്ല് അത് നീങ്ങിപ്പോയി. ഞാൻ വളരെ കരയുവാനായിട്ടിരുന്നു. ഞാൻ വളരെ ഭാരത്തോടെ, അത്ര നാളും എൻ്റെ ഇത്രയെല്ലാം വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെയും മുൻപിൽ കരഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലോ എൻ്റെ അമ്മയുടെ മുമ്പിലോ ആരുടെയും മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ ഉള്ളിലൊതുക്കി നടന്ന ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ പൊട്ടി കരയുവാനും സകലതും കർത്താവിനായിട്ട് സമർപ്പിക്കുവാനും ഇടയായി തീർന്നു. അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. അവർ ഒരു വാക്യം എനിക്ക് തന്നു, കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അപ്പോൾ അത് തന്നെ ഞാൻ പ്രമാണമായിട്ട് എടുത്തു. എൻ്റെ ഭർത്താവിനെ ദൈവം രൂപാന്തരപ്പെടുത്തിയാൽ കുടുംബമായി ദൈവമേ അങ്ങയുടെ സന്നിധി ഞങ്ങളായിരിക്കൊള്ളാം എന്നുള്ള ഒരു തീരുമാനം ഞാൻ കൈക്കൊണ്ടു. അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിയാക്കി. ശാന്ത പുരുഷോത്തമൻ്റെ ജീവിതം ഇന്ന് ക്രിസ്തുവിൽ അനേകർക്ക് പ്രചോദനമേകി തുടരുകയാണ്. താനറിഞ്ഞ വിശ്വാസ സത്യങ്ങൾക്കു വേണ്ടി, താൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിനു വേണ്ടി ജീവിതം തുടരുകയാണ് ശാന്ത പുരുഷോത്തമൻ.
വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും എൻ്റെ മകനും ഭർത്താവും എല്ലാം ഇന്നും കർത്താവിനെ പിൻപറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു സഭയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഈ 2013 ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. എൻ്റെ ഒരു മകനും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അവരോടൊപ്പം വസിക്കുന്നു. കർത്താവിന് വേണ്ടി ഇനിയും അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവിൽ വന്നതിന് ശേഷം ഇവൻ്റെ കഴുത്തിന് മാറ്റം സംഭവിച്ചു. നെറ്റി വളർന്നു വന്നു. അവനൊരു ഉത്തമ പൈതൽ, അവൻ്റെ പെൽവിക്സായിട്ടിരുന്ന ആ കൈക്കും കാലിനും ഒക്കെ വളരെയേറെ മാറ്റമുണ്ടായി. അത് കഴിഞ്ഞ് അവൻ ചെറിയ രീതിയിൽ ഞങ്ങൾ പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. ഈ കുഞ്ഞ് 17 വയസ്സിന് മുമ്പായിട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്ന്. അങ്ങനെ ചെറിയൊരു അസുഖമുണ്ടായി. മോൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവൻ്റെ ജനനം തന്നെ ഞങ്ങളെ ക്രിസ്തുവിലാക്കുക എന്നുള്ളതാണ്. ദൈവം ഞങ്ങളുടെ മർമ്മത്തിലാണ് തൊട്ടത്. കുഞ്ഞുങ്ങൾ നമ്മുടെ മർമ്മമാണ്. ആ മർമ്മത്തിൽ തൊട്ട് ദൈവം ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങൾ ഇത്രത്തോളം കർത്താവിനെ പിൻപറ്റി ഇന്നും ജീവിക്കുന്നു. തിരുവനന്തപുരം മലയം സ്വദേശിനി ശാന്ത പുരുഷോത്തമൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ടുള്ള മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.